السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഹദീസ് ക്ലാസ് റിയാദു സ്വാലിഹീനിൽ നിന്ന് 48ാമത്തെ ബാബ്. ഇത് ഇന്നത്തെ ബാബ് അത് സ്വാലിഹീങ്ങളെ ബുദ്ധിമുട്ടാക്കുക തീര, അതുപോലെ പാവപ്പെട്ട ആൾമാർ, മിസ്കിന്മാർ, അത്തരം ആൾക്കാരെ ഇടങ്ങേറാക്കുക തീര. എന്നാൽ അതിൽ നിന്ന് അങ്ങനെ ആക്കിയെങ്കിൽ എന്തായിട്ട് ഉണ്ടാവുക പോണ്ടേ, അതിനെ സംബന്ധിച്ച് അങ്ങക്ക് ബുദ്ധിമുട്ടാക്കുന്നതിനെ സംബന്ധിച്ച് പേടിപ്പാട്ടിച്ചുള്ള ബാബായിട്ട് ബാബു തഹദീരി മിൻ ഈദാഹി സ്വാലിഹീൻ. സ്വാലിഹീങ്ങളായ ആളുമാരെ ബുദ്ധിമുട്ടാക്കണേ ചെന്ന് അങ്ങ് പിടിച്ചിട്ട് അടിക്കലുണ്ട് എന്തുമില്ല. അങ്ങക്ക് വേണ്ടാത്തത് അങ്ങനെ സംബന്ധിച്ച് എഴുതരെങ്കിലും, വേണ്ടാത്തത് അങ്ങനെ സംബന്ധിച്ച് നാവ് കൊണ്ട് ചൊല്ലേൻ കണ്ടെങ്കിലും, വേണ്ടാത്തത് അങ്ങനെ കൊണ്ട് ഞങ്ങൾ അങ്ങനെ സംബന്ധിച്ച് ഇല്ലാത്തത് ഞങ്ങൾ ആരോപ്പാക്കണമെങ്കിൽ ഒക്കെ അത് അങ്ങനെ ബുദ്ധിമുട്ടാക്കലായിട്ട്. അപ്പൊ ബുദ്ധിമുട്ടാക്ക എന്നതിൽ ഏറ്റവും സുലഭത്തെ വസ്തു നാവ്. ഒരുത്തർക്ക് കൈ കൊണ്ട് അടിച്ചെങ്കിൽ തിരിച്ചടിക്കേണ്ടുള്ളൊരു പേടിക്കരുത്, കാല് കൊണ്ട് ചവിട്ടിയെങ്കിൽ തിരിച്ച് ചവിട്ടുകൊണ്ടുള്ളൊരു പേടിക്കരുത്. പക്ഷെ നാവ് അങ്ങനെയല്ല. ആരെ സംബന്ധിച്ച് ഏതും ചൊല്ലുക അവിടെ എനിക്കത്തെ വസ്തുവായിട്ട് നാളൊരു അവയവായിട്ട് നാവ്. അതുകൊണ്ട് നാവ് കൊണ്ട് പിന്നൊരുത്തർ ബുദ്ധിമുട്ടാക്കുക എന്നുള്ളത് ഏറ്റവും സുലഭവും ആഖിറത്തിൽ ഏറ്റവും കൂടുതൽ പേടിക്കപ്പെടാൻ ഒന്നായിട്ട്. അപ്പൊ ബുദ്ധിമുട്ടാക്കുക എന്നതിനെ സംബന്ധിച്ച് വെറും പ്രവൃത്തി കൊണ്ടിട്ട് മാത്രം മനസ്സിലാക്കണ്ട. അങ്ങക്ക് ബുദ്ധിമുട്ടാവിടെങ്കിൽ ബേജാറാവിടെങ്കിലത്തെ പലക്കകളൊക്കെ ഞങ്ങളിൽ നിന്നുണ്ടാവുക തീരാം. മസാക്കിൻ, അതുപോലെ ബലഹീനന്മാരായ ആൾമാർ. ബലഹീനന്മാർ അങ്ങക്ക് വലിയ പലക്കറിയോ ആൾമാരുള്ള സ്ഥാനമോ അല്ലെ അങ്ങനെ ആരെങ്കിലും ഉപദ്രവിക്കും കേൾക്കുക ആലൊന്നും വയ്ക്കും, അങ്ങനത്തെ ആൾമാർ ബലഹീനന്മാർ. മിസ്കീന്മാർ, പാവപ്പെട്ട ആൾമാർ, അത്തരം ആൾക്കാരെ ബുദ്ധിമുട്ടാക്കുക തീറ. അതിനെ സംബന്ധിച്ച് പേടിപ്പാട്ട ബാബായിട്ട് ഇന്നത്തെ ബാബ് 48ാമത്തെ ബാബ്. അതിൽ തുടക്കത്തിൽ കൊണ്ടുവന്ന ഒരു ആയത്ത് സൂറത്തുൽ അഹ്സാബിലെ 58ാമത്തെ ആയത്ത്. വല്ലദീന യുദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാതി ബിഗൈരി മക്തസബു ഫഖദ് ഇഹ്തമലൂ ബുഹ്താനൻ വഇസ്മൻ മുബീനാ. മുഅ്മിനീങ്ങളായ ആണുങ്ങളെയും മുഅ്മിനാത്തുകളായ പെണ്ണുങ്ങളെയും ബുദ്ധിമുട്ടാക്കണേ. ബിഗൈരി മക്തസബു, അങ്ങ് ആക്കാത്ത സ്വരത്തെ കൊണ്ട്. അങ്ങ് ആക്കാത്തത് അങ്ങനെ സംബന്ധിച്ച് ഞങ്ങൾ ചൊല്ലേ, അങ്ങനെ സംബന്ധിച്ച് ആരോപ ചൊല്ലേ. ഇതൊക്കെ അങ്ങനെ ചെയ്തെങ്കിൽ ഫഖദ് ഇഹ്തമലൂ ബുഹ്താനൻ, വലിയൊരു കലവായിട്ട് അങ്ങ് എന്താക്കിയത് പുറത്തോണ്ടത് മാത്രമല്ല വഇസ്മൻ മുബീന, വലിയ വ്യക്തമായ തപ്പായിട്ട് അങ്ങ് പുറത്തോണ്ടത്. അങ്ങ് വലിയ കഠിനമായ ശിക്ഷയുണ്ട് എന്ന അർത്ഥത്തിൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ചൊല്ലെ. അപ്പൊ മുഅ്മിനീങ്ങളായ ആളുമാർ, മുഅ്മിനാത്തായ പെണ്ണുങ്ങളും, ആണുങ്ങളും പെണ്ണുങ്ങളും അങ്ങനെ സംബന്ധിച്ച് അങ്ങ് ചെയ്യാത്തത് ചൊല്ലുക തീര, ചെയ്തതും ചൊല്ലുക തീര. അതേതായാലും തീര, ചെയ്യാത്തത് ചൊല്ലത് അത് അതിനേക്കാളും അപ്പുറമായിട്ടിരിക്കണേ കാലത്താൽ. അത് ചെയ്യാത്തത് ചൊല്ലത്തീറന്നെങ്കിൽ അങ്ങ് ചൊല്ലോ അങ്ങനെ സംബന്ധിച്ച് അങ്ങനെ ചൊല്ലുക അങ്ങ് ഇഷ്ടപ്പെടില്ല. അങ്ങനെയുള്ള കാര്യം ഞങ്ങൾ ചെയ്യുക. ഇപ്പൊ ഗീബത്തും ചൊന്നെങ്കിൽ എന്തിനാ പിന്നർത്ഥ ആക്കാത്തതിനെ സംബന്ധിച്ച് ചൊല്ലല്ല, ആക്കിയതിനെ സംബന്ധിച്ച് അവനക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞങ്ങൾ ചൊന്നു നടക്കുക എന്നുള്ളത് അത് ഗീബത്ത് തന്നെ ആയിട്ടിരിക്കുക. അതുകൊണ്ട് പിന്നൊരാൾക്ക് വിഷമമോ ബേജാറോ അവിടെ എനിക്കത്തെ പലക്കകൾ ഞങ്ങൾ എന്താക്കത്തീറ ചൊല്ലുകത്തീറ. അവൻ്റെ എതിർలో ചൊല്ലത്തീറ, അവൻ്റെ പർവ്വത്തിനും ചൊല്ലത്തീറ. ആക്കാത്തത് ഏതായാലും ചൊല്ലത്തീറ. ആ ആക്കാത്തതിനെ സംബന്ധിച്ചായിട്ടിക്കൽ ഇതിൽ ചൊന്നത് ബിഗൈരി മക്തസബു, അത് വലിയ തപ്പായിട്ടിക്കല്. ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ വഅമ്മ സ്സായില ഫലാ തൻഹർ. സൂറത്തുൽ ദുഹ 9-10 ആയത്തായിട്ടിക്കല്. എന്താ അതിലുള്ളത്? യതീമക്കളെ അങ്ങനെ നിങ്ങൾ എന്താക്കണ്ട, അങ്ങനെ നിങ്ങൾ കഹ്ർ ചെയ്യണ്ട, അങ്ങനെ നിങ്ങൾ നിർബന്ധിച്ച് നിങ്ങളെ പിടുത്തത്തിൽ അങ്ങനെ ഒതുക്കിട്, അത് ചെയ്യണ്ട. അങ്ങക്ക് കൊടുക്കേണ്ട സ്വാതന്ത്ര്യങ്ങൾ കൊടുക്കണം. യതീമുണ്ടാകുമ്പോൾ തങ്ങളെ കേൾക്കും, അങ്ങനെ ബാപ്പയ്ക്കില്ല. അപ്പോ ഈ ഉള്ള ആളുമാർ അങ്ങനെ എന്താക്കുക, അങ്ങനെ ദ്രോഹിച്ച് അങ്ങനെ കഹ്ർ ചെയ്ത് നിങ്ങളെ നിയന്ത്രണത്തിൽ പിടിച്ചു വെക്കുമ്പോനായി അങ്ങനെ സ്വത്തുക്കും ആസ്തിക്കും പേനായിട്ട് അങ്ങനെ ചെയ്ത് അത് ചെയ്യരുത്. പിന്നെ അമ്മ സായില ഫലാ തൻഹർ, കൈ കാട്ടി വേങ്ങനെ നിൽപ്പുറം ആട്ടി ഓർവട്ടണ്ട. ഇന്നെങ്കിൽ കൊടുക്കും, ഇല്ലെങ്കിൽ നല്ല സ്വഭാവത്തെ അങ്ങോട്ട് പൽക്കാരനെ പൊട്ടുകൊണ്ടിരും. അങ്ങനെ ആട്ടി ഓടുവാട്ടപ്പോ അങ്ങനെ ഇതാക്കുക, അങ്ങനെ ജോറാക്കോ നിൽക്കണ്ട എന്ന്. അമ്മൽ അഹാദീസു ഫകസീറത്തും മിൻഹ, ഇതിനെ സംബന്ധിച്ച് വന്ന ഹദീസുകൾ ചുമയുണ്ട്. അതിൽ നിന്ന് ഒന്ന് ചൊല്ലു. ഒന്ന് ഹദീസു അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഫിൽ ബാബി ഖബ്ല ഹാദാ. ഈ മുന്നത്തെ ബാബിൽ ചൊന്ന ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സൈറ്റിക്കല്. അതായത് മൻ ആദാ ലി വലിയൻ ഫഖദ് ആദൻതു ബിൽ ഹർബ്.
ഹദീസ് നമ്പർ 95 ഹദീസ് നമ്പറിൽ ഇത് കഴിഞ്ഞത്. അതുപോലെ 386 ഇത് വിവരിച്ച ഹദീസായിട്ട് കഴിഞ്ഞ മുന്നത്തെ ബാബുൽ അത് ഞങ്ങൾ വിവരിച്ചത്. നന്റെ ഔലിയാക്കന്മാരൊട്ടു, നന്റെ ആലിമീങ്ങളൊട്ടു, നന്റെ സ്വാലിഹീങ്ങളൊട്ടു, നന്റെ ഇഷ്ടപ്പെട്ട ആൾമാരൊട്ട് ആർക്കും ശത്രുത വെച്ചാൻ കണ്ടെങ്കിൽ ആ ശത്രുത വെച്ചോണ്ടിട്ട് നേരിട്ട് കേൾക്കുക ഇറങ്ങുന്നത് നാനായിട്ടിക്കട് എന്ന് അർത്ഥമുണ്ട്. ഹദീസ് കഴിഞ്ഞ ബാബിൽ അത് വിശദീകരിച്ചതായിട്ടിക്കട് 2 വട്ടം അത് വന്നത് കൊണ്ട് ആ ഹദീസ് റിപ്പീറ്റ് ആക്കില്ല. അവിടെ ചോണ്ട അള്ളാന്റെ സ്വാലിഹീങ്ങളെ ആരെങ്കിലും ദ്രോഹിക്കട എന്നുള്ളത് പേടിക്കേണ്ട കാര്യം എന്നുള്ളത്. ومن حديث سعد بن أبي وقاص رضي الله عنه السابق في باب ملاطفة اليتيم. യതീം മക്കളെ കൊണ്ട് കൃപ കാട്ടണം, ദയ കാട്ടണം എന്ന ആ ബാബിൽ വിവരിച്ച സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഹദീസിന്റെ 260 നമ്പറിൽ കൊണ്ട ഹദീസ് അതിലുണ്ട്, യാ അബൂബക്കർ ലഇൻ കുൻത അഗ്ളബ്തും ലഖദ് അഗ്ളബ്ത റബ്ബക്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പാവപ്പെട്ട സഹാബാക്കളുടെ തെല്ലെന്തോ ഒരു പലക്കത്തിൽ ഇതായിട്ടാകുമ്പോൾ നബി തങ്ങൾ ചൊന്നതായിട്ടൊക്കെ ഞങ്ങളെ ദേഷ്യപ്പെടുത്തെങ്കിൽ അള്ളാഹുടെ ദേഷ്യപ്പെടുത്തതുപോലെ ആയിട്ടിക്കട്. അപ്പൊ അതുകൊണ്ട് നീ എന്താക്കണം ചെയ്യുക തീര. അപ്പൊ എന്തായിട്ടിക്കട അവിടെ പാവപ്പെട്ട ചില സഹാബാക്കൾ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്താ പലക്കത്തിൽ തെല്ലൊരു ഗൗരവത്തിൽ ചെന്ന് പോയിട്ട് മാത്രം എന്നല്ലാണ്ട് അവിടെ വലിയൊരു ഇതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ആ ഹദീസും അങ്ങനെ അത് 261 നമ്പർ ഹദീസ് നമ്പറിൽ അത് കഴിഞ്ഞു പോയതായിട്ടിരിക്കുന്നത്. ഈ ഹദീസിൽ കൊണ്ടുവന്ന ഹദീസ് 381 ഹദീസ്. വൻ ജുന്ദുബ്ന് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ജുന്ദുബ്ന് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ചൊല്ലു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആതങ്ങ ചന്ത് മൻ സല്ല സലാത്ത സുബ്ഹ്, ഒരാൾ സുബ്ഹി നിസ്കരിച്ചെങ്കിൽ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്, അവൻ അല്ലാഹുവിന്റെ ദിമ്മത്തിലായിട്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ സംരക്ഷ, അല്ലാഹുവിന്റെ അമാനിൽ വിശ്വസ്തതയിലായിട്ടിരിക്കണം. അവൻ ഫലാ യതുറുബന്നകുമുല്ലാഹു മിൻ ദിമ്മതിഹി ബിശൈഇൻ, അള്ളാഹുടെ ദിമ്മത്തിൽ നിന്നൊന്നും അള്ളാഹു നിങ്ങളോട്ട് കേൾക്കാണ്ടിക്കട്ടെ. അള്ളാഹുടെ ആ അമാനിൽ നിന്നുള്ളതിന് എന്തെങ്കിലും ആരെങ്കിലും ആക്കോ പോയാൻ കണ്ടെങ്കിൽ അത് അള്ളാഹു നിങ്ങളോട്ട് കേൾക്കാണ്ടിക്കട്ടെ. ഇവിടെ 2 നിലക്ക് നമുക്ക് വിശദീകരിക്കാം. ചൊല്ലാൻ ഫൈന്നഹു മൻ യത്ലുബു മിൻ ദിമ്മതി ബിശൈഇൻ യുദ്രികു, അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ആ ദിമ്മത്തിൽ നിന്ന് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ഓരോരുത്തരിട്ടുക അവൻ തേടുക നിണ്ടാൻ കണ്ടെങ്കിൽ അത് അള്ളാഹു തആല എടുത്തോട്ട് കൈ തപ്പി വിടല്ല, അത് കിട്ടുന്നുണ്ട്, അള്ളാഹു എത്തിക്കും. ثم يكبه على وجهه في نار جهنم, ثم يكبه على وجهه في نار جهنم, പിന്നെ അവൻ നരകത്തിൽ മുഖം കൊത്തിപ്പുള്ള. റവാഹു മുസ്ലിം. എന്തായിട്ട് ഈ ഹദീസിൽ ചൊന്നത്, അതായത് ഒരുത്തൻ സുബഹി നിസ്കരിച്ചെങ്കിൽ അവൻ അള്ളാഹുടെ ദിമ്മത്തിൽ. പിന്നെ ഹദീസിൽ ജമാഅത്തായി നിസ്കരിച്ചെങ്കിലുണ്ടും ചില റിപ്പോർട്ടിലുണ്ട്. ഒരുത്തൻ സുബഹി നിസ്കരിച്ചെങ്കിൽ അവൻ അള്ളാഹുടെ ദിമ്മത്തിലായിരിക്കും, അള്ളാഹുടെ സംരക്ഷണ, അള്ളാഹുടെ ആ അമാനത്തിലായിട്ട് അവൻ. അപ്പൊ അങ്ങനെയുള്ള ഒന്നിന് അതിനപ്പുറം ചൊല്ല് ഫലാ യതുറുബന്നകുമുല്ലാഹു മിൻ ദിമ്മതി ബിശൈഇൻ, അള്ളാഹുടെ ദിമ്മത്തിൽ നിന്നൊന്നും അള്ളാഹു നിങ്ങളോട്ട് കേൾക്കാണ്ടിക്കട്ടെ. ആ ചൊന്നതിനർത്ഥം ഒരുത്തൻ സുബഹി നിസ്കരിച്ചെങ്കിൽ ആ സുബഹി നിസ്കരിച്ചവൻ അള്ളാഹുടെ ദിമ്മത്തിൽ. അവനക്ക് നീ എന്തെങ്കിലും ഉപദ്രാക്കിയെങ്കിൽ അള്ളാഹു ആയിട്ട് നിന്റെ ടീ കേക്കിടെ നന്റെ അമാനിൽ നിന്ന്, നന്റെ ദിമ്മത്തിൽ നിന്ന്, നന്റെ രക്ഷണയിൽ നിന്ന് ഒരുത്തന് നീ എന്ത് അങ്ങനെ ആക്കി പോയിട്ട് അള്ളാഹ് കേക്കിടെ. അള്ളാഹ് മീത്താനെ കേൾക്കൂ നിണ്ടെങ്കിലോ അവൻ നരകത്ത് പിന്നെ മുഖകുത്തി പോലൂ. അപ്പൊ അള്ളാഹു ഒരാളിട്ട് നേരിട്ട് അവന്റെ ചെന്നെങ്കിൽ അള്ളാഹുടെ സംരക്ഷണയിലായിട്ട് സുബഹി നിസ്കരിച്ചവൻ അവനക്ക് ആരെങ്കിലും ഉപദ്രാക്കിയാൻ കണ്ടെങ്കിൽ പിന്നെ കേൾക്കുക വേണ്ടാറ് അള്ളാഹു ആയിട്ടിക്കിട്. അള്ളാഹ് കേൾക്കുക നിന്റെ ചെന്നതിനർത്ഥം പിന്നെ നരകത്ത് പോകേണ്ടി വരും. അള്ളാഹ് നേരിട്ട് ഒരാളിട്ടുക ഞാനത് പകവീട്ടാൻ ചെന്നെങ്കിൽ ഈമാനോട് കൂടി മരിക്കുക അവനക്ക് സാധിക്കല എന്ന ഒരു പേടിയായിട്ടിക്കിട് അവിടെ പേടിക്കേണ്ടത് ഒന്ന്. പിന്നെ ഇതൊക്കെ ഈ ഫലായത്തുറുബന്നകുമുല്ലാഹു മിൻ ദിമ്മതി ബിശൈഇൻ എന്നവിടെ ആയിട്ടിങ്ങനെ സുബഹി നിസ്കരിച്ചവനക്ക് നിങ്ങൾ ഉപദ്രാക്കോ പോവണ്ട എന്നാൽ ഇതിലെ പിന്നൊരർത്ഥം കൂടി മഹാന്മാർ വിശദീകരിച്ചതായി കാണാം. ഒത്തൻ സുബഹി നിസ്കരിച്ചെങ്കിൽ അള്ളാഹുടെ ദിമ്മത്തിൽ, ആ അള്ളാഹുടെ ദിമ്മത്തിൽ അള്ളാഹുടെ രക്ഷണയിലായ ഒരുത്തൻ അല്ലെ, അവൻ അള്ളാഹുടെ രക്ഷണയിൽ. എന്നിട്ട് അതിനപ്പുറം ചൊല്ലെ അള്ളാഹുടെ ആ രക്ഷണയിൽ നിന്ന് ഒന്നും അള്ളാഹു നിങ്ങളിട്ട് കേൾക്കാണ്ടിക്കട്ട്. ആ ചൊന്നതിനർത്ഥം സുബഹി നിസ്കരിക്കാൻ ഇന്നേൻ കണ്ടെങ്കിൽ പിന്നെ നിന്റെ എതിർവാദി ആറായിട്ടിക്കും അള്ളാഹു ആയിട്ടിക്കും. നീ എന്തേ സുബഹി നിസ്കരിച്ചിട്ടില്ല എന്ന് അള്ളാഹു താല നിന്റെ കേൾക്കൂ നിന്റെ കണ്ടെങ്കിൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല അത് അത് അവന്റെ തപ്പാട്ടൊക്കെ ആവില്ല, പിന്നെ അവൻ നരകത്തിൽ മുഖം കുത്തിപ്പുണ്ട്. അപ്പൊ ഇതിൽ സുബഹി നിസ്കരിച്ചവനക്ക് ഉപദ്രാക്കുക തീര എന്നായിട്ട് ഒരു വ്യാഖ്യാനത്തിലൂടെ കൂടെ. രണ്ടാമത്തെ വ്യാഖ്യാനത്തിലൂടെ കൂടെ സുബഹി നിസ്കാരത്തെ ഉപേക്ഷിച്ചെങ്കിൽ
അതും ഇതിൽ പെട്ടു. അപ്പൊ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല നേരിട്ട് ഇറങ്ങടേന്ന. അപ്പൊ നമുക്ക് ഇതിൽ ഒന്നാമത്തെ അർത്ഥപ്രകാരം ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ടാക്കിയത്, ഒരാൾ സുബൈ നിസ്കരിച്ചെങ്കിൽ അള്ളാഹുടെ ദിമ്മത്തിൽ. അപ്പൊ സുബൈ നിസ്കാരം ആറും ഉപേക്ഷിക്കോ തീറ, പ്രത്യേകിച്ച് അത് ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ കൂടുതലായിട്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി ആരെങ്കിലും ഉപദ്രാക്കിയെങ്കിൽ പിന്നെ നേരിട്ടുകൊണ്ടിട്ട് കേൾക്കുക ഇറങ്ങടെ അള്ളാഹു തആല. ഇത് ഒന്നാമത്തെ അർത്ഥപ്രകാരം. രണ്ട്, നിങ്ങൾ സുബൈ നിസ്കാരത്തെ ഉപേക്ഷിച്ചെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അള്ളാഹുടെ ദിമ്മത്തില്ല, കാവലില്ല. അള്ളാഹു തആല എന്തിനീ അത് ചെയ്തിട്ടില്ല എന്ന് അതിന് പ്രത്യേക അള്ളാഹു തആല എല്ലാം ആഖിറത്തിൽ വെച്ച് അള്ളാഹു തആല ചോദ്യം ചെയ്യാണ്ടിരിക്കില്ലല്ലോ. അത് പ്രത്യേകിച്ച് അതൊരു നിസ്കാരം, അതിലും സുബഹി നിസ്കാരം അത് ഉപേക്ഷിച്ചെങ്കിൽ പേടിക്കേണ്ട ഒന്ന് എന്നും കൂടി ഈ ഹദീസിലുണ്ട് എന്ന് മനസ്സിലാക്കണം. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല സാലിഹീങ്ങളിൽ സജ്ജനങ്ങളിൽ ഞങ്ങളെല്ലാവരെയും അള്ളാഹു പെടുത്തി അനുഗ്രഹിക്കട്ടെ. ദുആ വസിയത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.